സംസ്ഥാനത്ത് ഇന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിന്റെ പണിമുടക്ക്. വിവിധ യൂണിയനുകൾ സംയുക്തമായാണ് പണിമുടക്ക് നടത്തിയത്. ഓൺലൈൻ ടാക്സി രംഗത്തെ നിരക്ക് ഏകീകരിക്കണം എന്നതാണ് പ്രധാന ആവശ്യം. എറണാകുളം അടക്കമുള്ള സംസ്ഥാനത്ത് തിരക്കേറിയ നഗരങ്ങളിലെല്ലാം ഓൺലൈൻ ടാക്സി പണിമുടക്ക് പൂർണ്ണമായിരുന്നു. ബുക്ക് ചെയ്യാൻ ശ്രമിച്ച പലർക്കും ഇരട്ടി നിരക്കാണ് ആപ്പുകളിൽ കാണിച്ചത്. എറണാകുളം കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. ഒരു സൂചനാ പണിമുടക്ക് മാത്രമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. സൂചനാ പണിമുടക്കിന് ശേഷം നമ്മൾ ഗവൺമെൻറ് തലത്തിലുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, അതായത് ലേബർ കമ്മീഷൻ ഓഫീസിലേക്കും മിനിസ്റ്റർക്കും കൃത്യമായിട്ട് നമ്മൾ നിവേദനങ്ങൾ നൽകിക്കൊണ്ട് അതിൻ്റെ ഫോളോ അപ്പ് കൃത്യമായിട്ട് ഡ്രൈവേഴ്സിനെ അറിയിച്ചുകൊണ്ട് ഈ ഓൺലൈൻ ടാക്സി കമ്പനികളുടെ പ്രീമിയം കാറ്റഗറി എന്ന് പറയുന്ന എയർപോർട്ട് പോലുള്ള അവിടെ ഓഫ്ലൈൻ സമരമാക്കിക്കൊണ്ടുള്ള സമര പരിപാടികൾ തുറന്നുകൊണ്ടിരിക്കും. ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയനുകൾ സംയുക്തമായാണ് പണിമുടക്ക് നടത്തിയത്. വൻകിട കമ്പനികളുടെ യാത്രക്കാർക്കായുള്ള മത്സരത്തിൽ ദുരിതമനുഭവിക്കുന്നത് ടാക്സി ഡ്രൈവേഴ്സാണ്. ഓൺലൈൻ ടാക്സി ആപ്പുകളെ നിയന്ത്രിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. സത്യത്തിൽ സർക്കാരാണ് ഇതിൽ ഇടപെടേണ്ടത്. ഈ കമ്പനികൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത്, ആ ചൂഷണം അവസാനിപ്പിക്കണമെങ്കിൽ സർക്കാർ ഇതിൽ നിയമനിർമ്മാണം കൊണ്ടുവരികയും ഇതിൽ ഒരു ഫെയർ സ്റ്റേജ് സംവിധാനം കൊണ്ടുവരണം. ഇവിടെ ഒരിക്കലും ഈ കമ്പനികൾ അവർക്ക് ഇഷ്ടമായ രീതിയിലാണ് ഇവിടെ ഫെയർ നടപ്പിലാക്കുന്നത്. സമാധാനപരമായിരുന്നു പണിമുടക്ക്. കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലെ ഡ്രൈവർമാരും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. 24 കൊച്ചി.